ഹായ്. നിങ്ങൾക്ക് തോന്നും പാലടയൊക്കെ ഉണ്ടാക്കാനാണോ ഇത്രയും അഭ്യാസമൊക്കെ കാണിക്കുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല, ഓണമൊക്കെ അല്ലേ, ഇപ്പോൾ രാവിലെ കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ടൊക്കെ ഇരിക്കാമെന്നൊക്കെ കരുതി. അപ്പം അതുകൊണ്ട് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്തന്നേ ഉള്ളൂ. കൊള്ളാമോ? ഇനി നമുക്ക് നേരെ പായസ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അങ്ങനെ വേഷം കെട്ടൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 2 കാര്യങ്ങൾ: ഡബിൾ ഹോസിൻ്റെ പാലട ഇൻസ്റ്റൻറ്റ് മിക്സും പിന്നെ 3 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കർ. ഞാൻ 2 പരീക്ഷണങ്ങളാണ് നടത്തിയത്. അതിൽ എക്സ്പെരിമെൻറ്റ് നമ്പർ 1: 1/2 ലിറ്റർ വെള്ളം പ്രഷർ കുക്കറിലോട്ട് ഒഴിക്കുക. പിന്നെ ഡബിൾ ഹോസിൻ്റെ പാലട പായസം മിക്സ് 300 ഗ്രാമിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് കൃത്യം 15 മിനിറ്റിന് ശേഷം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് തന്നെ വെക്കുക ഒരു 10 മിനിറ്റ്. അപ്പോഴും അതിൻ്റെ ആവി പോയിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടാപ്പിനടിയിലോട്ട് വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ആ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യുന്നു. ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് നമ്മുടെ പാലട കിട്ടുന്നു. മറ്റൊരു പാത്രത്തിൽ നമ്മൾ 1 ലിറ്റർ പാൽ തിളപ്പിക്കുന്നു. എന്നിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യുന്നു, ഒരുമിച്ച് തിളപ്പിക്കുന്നു. കിട്ടുന്ന ഒരു കൺസിസ്റ്റൻസി ഈ ഒരു പരുവായിരിക്കും. കുറച്ച് ലൂസായിട്ടുള്ളൊരു പാലട മിക്സ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്മളൊരു 1.5 ലിറ്റർ എടുത്തിട്ടുണ്ട്. അതിൽ 1/2 ലിറ്റർ വെള്ളവും 1 ലിറ്റർ പാലുമായിരുന്നു. കൃത്യം അരമണിക്കൂർ കൊണ്ട് പരിപാടിയും കഴിഞ്ഞു. ഇനി എക്സ്പെരിമെൻറ്റ് നമ്പർ 2: നേരത്തെ പായസം മാറ്റിയതിന് ശേഷം അതേ പാത്രം എടുക്കുന്നു, 1/2 ലിറ്റർ പാലെടുക്കുന്നു, ഒഴിക്കുന്നു. എന്നിട്ട് അതിലോട്ട് 300 ഗ്രാമിൻ്റെ പാലട മിക്സ് ഒഴിച്ച് തിളപ്പിച്ച് അടച്ച് വയ്ക്കുന്നു. അടച്ച് വെച്ചതിന് ശേഷം നേരത്തെ പോലെ തന്നെ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വിസിൽ കേൾപ്പിക്കുന്നു. എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ ഞാൻ 1/2 ലിറ്റർ പാലെടുക്കുന്നു. ഇനി ഇത് 15 മിനിറ്റിന് ശേഷം ഞാൻ 10 മിനിറ്റ് ഓഫ് ചെയ്തിട്ട് കൂളാവാൻ വേണ്ടിയിട്ട് ടാപ്പിൻ്റെ അടിയിലോട്ട് കാണിക്കുന്നു. എന്നിട്ട് തുറന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന കൺസിസ്റ്റൻസി ഇതാണ്. വളരെ കുറുകിയ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ കുറുകിയ പായസ മിക്സിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിക്കുന്നു. ഒരു 10 മിനിറ്റ് നേരം തിളപ്പിക്കുന്നു. തിളപ്പിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ഈ കാണുന്നത്. ഈ ഒരു മിക്സ് കുറച്ചുകൂടെ ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ എടുത്തത് മൊത്തം 1 ലിറ്റർ പാലും കൃത്യം അരമണിക്കൂർ സമയമാണ്. അപ്പം ഞാൻ ആദ്യം എക്സ്പെരിമെൻറ്റ് ചെയ്ത പായസം ഇതും, രണ്ടാമത് കാണുന്നതാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത്. ഞാൻ ചെയ്ത പരിപാടി ആദ്യം ചെയ്തതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ പാലെടുത്ത് രണ്ടാമത്തേനകത്തോട്ട് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ അങ്ങ് ലൂസാക്കിയെടുത്ത്. എന്തായാലും രണ്ടും നല്ല ടേസ്റ്റായിരുന്നു. ടേസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചേക്കാളും നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്മയെക്കൊണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിപ്പിച്ചു. അമ്മയ്ക്കും ഈ പായസം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. സോ വിഷ് യു എ ഹാപ്പി ഓണം.